എയർ മാർഷൽ, ഇവിടെ ഭാരതം സർവ സന്നാഹങ്ങളോടും കൂടി സജ്ജമായി തന്നെ ഇരിക്കുകയാണ്. പാക് പ്രകോപനം തുടർന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്നുള്ളത് രാജ്യം കണ്ടതാണ്. ഒരു ജനത മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെയും അവരുടെ സൈന്യത്തിൻ്റെയും തണലിൽ സുരക്ഷിതരാണ് എന്നുള്ള ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം പാകിസ്ഥാനിലെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമാണ്. ഒരു ഭാഗത്ത് സൈനിക നീക്കം നടക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയുള്ള ഭരണ നേതൃത്വത്തെ കാണാനേയില്ല. പ്രധാനമന്ത്രി ഏതോ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെയാണ് സൈനിക മേധാവിയെക്കുറിച്ച് അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹത്തെ പാകിസ്ഥാനിലെങ്ങും കാണാനില്ല എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇങ്ങനെ രണ്ട് രാജ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഭാരതം എത്രത്തോളം സജ്ജമാണ്, സുശക്തമാണ് എന്നതിലുപരി ഭാരതം അവരുടെ പൗരന്മാരെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ മണിക്കൂറുകളിൽ കാണുകയല്ലേ? രോഹിണി, തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാ പൗരന്മാരെയും വളരെ സുരക്ഷിതമായി നമുക്ക് കാക്കാനുള്ള ശക്തിയുണ്ട്. അതിനുള്ള നമ്മളുടെ പ്രത്യേകിച്ചും നമ്മളുടെ പ്രതിരോധ സേനകൾ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഞങ്ങൾക്ക് പ്രതിരോധ സേനകൾ ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് ഏവർക്കും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ, നമ്മളുടെ രാജ്യത്തെ എന്നും സുരക്ഷമാക്കിയിരിക്കുക. ആ സുരക്ഷിതയിൽ കൂടിയാണ് നമ്മളുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസും ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസും എല്ലാവർക്കും അവരവരുടേതായ റൈറ്റ്സ് ഉണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള അവർക്കുള്ള അവസരം കിട്ടുകയും എല്ലാം ചെയ്യുന്നത് നമ്മളുടെ വളരെ അതിശക്തമായ പ്രതിരോധ സേനകളുടെ ഇന്നത്തെ സ്ട്രെങ്ത് കൊണ്ടാണ്. പാകിസ്ഥാനിലെ ആഭ്യന്തര കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ ഭരിക്കുന്നത് ജനാധിപത്യമല്ല. ജനാധിപത്യം എന്ന പേരുണ്ടെങ്കിലും അവിടെ ആരാണ് ഭരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇൻഫാക്ട് ഒരു ചൊല്ലുണ്ട്, പല രാജ്യങ്ങൾക്കും ഒരു ആർമിയുണ്ട്. അതേസമയം പാകിസ്ഥാനിൽ ആർമിക്ക് ഒരു രാജ്യമുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. അവരുടെ സർവ്വ സമ്പദ് വ്യവസ്ഥകളിലും അവരുടെ ആർമി കൈയിട്ട് ഇന്നത്തെ പറഞ്ഞു കേൾക്കുന്ന 40-50% വരെയും അതിന്റെ കൺട്രോള് അവരുടെ ആർമിയാണെന്നുള്ളതാണ്. ഒരു പ്രൊഫഷണൽ ആർമിയുടെ ജോലിയല്ലാതെ ഒരു പ്രൊഫഷണൽ ആർമിയുടെ ജോലി എക്വിപ്പ്, ട്രെയിൻ ആൻഡ് അവരുടെ എല്ലാ സോൾജേഴ്സിനെയും ഓഫീസേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെയും അവരെ നന്നായിട്ട് നോക്കി മൊറാല് കീപ്പപ്പ് ചെയ്ത് നമ്മളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഭാവിയിലേക്കുള്ള പ്ലാനിങ് നന്നായിട്ട് നടത്തി അതിനുവേണ്ടിയുള്ള എക്വിപ്പിങ്ങും ചെയ്യുക, അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ചെയ്യുക, അതെല്ലാം ഭരണകൂടവുമായിട്ട് ചർച്ച ചെയ്ത് ഒരേ ഒരു സിൻക്രണൈസ്ഡ് മാനറിൽ എല്ലാം ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ദേശത്ത് നടക്കുന്നത്. നമ്മൾ പാകിസ്ഥാനിൽ എന്ത് നടക്കുന്നു ഇന്നത്തെ കാലത്ത് ആഭ്യന്തരമായിട്ട് പ്രധാനമന്ത്രി ബങ്കറിലാണ്, ആർമി ചീഫിന് വേറൊരു ലഫ്റ്റനന്റ് ജനറൽ പുള്ളിയെ നീക്കം ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നതല്ല. അത് ഈ വാസ്തവമാണ് എന്നുള്ളത് നമുക്ക് കുറച്ച് ഈ ഫോഗ് ഓഫ് വാർ കഴിഞ്ഞിട്ടേ നമുക്കത് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനുമുമ്പ് പറഞ്ഞ അവിടുത്തെ ആഭ്യന്തര കലഹ പ്രശ്നങ്ങൾ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും അതുപോലെ തന്നെ തെഹ്രീക്കെ താലിബാന്റെ എല്ലാം അവരുടെ ആക്ടിവിറ്റീസ് നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും നടത്തുന്നത് നമുക്ക് നല്ലതുമായിരിക്കും എന്നുകൂടി ഞാൻ പറയുന്നു. പക്ഷെ അത് നമ്മുടെ പ്രതിരോധ ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിന്റെ പണിയല്ല. അതിനുവേണ്ടിയുള്ള പ്രത്യേക ഏജൻസികളുണ്ട് എന്നുള്ളത് നാം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. താങ്ക് യു. എയർ മാർഷൽ, അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഏകദേശം 50ഓളം ഡ്രോണുകളും 7 മിസൈലുകളും ഇതായിരുന്നല്ലോ പാക് അതിർത്തിയിൽ നിന്ന് ഭാരത മണ്ണിലേക്ക് അവർ തൊടുത്തുവിട്ടത്. പക്ഷേ അതൊക്കെ നിലം തൊടാതെ നിലംപരിശാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നിർവീര്യമാക്കിയത് എത്രത്തോളം വിജയകരമായിരുന്നു എന്നുള്ളതും കണ്ടതാണ്. മിനിറ്റുകൾക്കകം തന്നെ അവയൊക്കെ നിർവീര്യമാക്കാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് വലിയ ചർച്ചകൾ വരുന്നത്. എത്രത്തോളം നമ്മുടെ ഡിഫൻസ് ഇത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ എത്രമാത്രം വിജയകരമായി അല്ലെങ്കിൽ പ്രാഗൽഭ്യത്തോടുകൂടിയാണ് ഓരോ നീക്കങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത്. S-400, സുദർശൻ 400 തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ
ഇത്തരം പ്രതിരോധ സംവിധാനങ്ങളിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്നത്? അതുകൂടി നമ്മളോട് പങ്കുവയ്ക്കാൻ കഴിയുമോ ഈ അവസരത്തിൽ? പബ്ലിക് ഡൊമൈനിൽ പരസ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന സംഗതികളാണ്. എയർഫോഴ്സിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആദ്യമായിട്ട് തന്നെ നമുക്ക് ദീർഘദൂര പ്രതിരോധത്തിന് വേണ്ടിയാണ് നമ്മളുടെ S-400 ഉള്ളത്. S-400ന്റെ മാക്സിമം റേഞ്ച് 360 കിലോമീറ്റർ ആണ്. അതിൽ തന്നെ പല മിസൈലുകളുണ്ട്, പല തരത്തിലുള്ള മിസൈലുകളുണ്ട്, പല റേഞ്ചുകളുള്ള മിസൈലുകളുണ്ട്. അത് ഓരോരോ ഘട്ടങ്ങളിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് അതിന്റെ വിലയും ഇത്രയും അധികമായിരിക്കുന്നത്. അതിന് 360, 250, 150, 100 കിലോമീറ്റർ ഇങ്ങനത്തെ ഒരു പല മിസൈലുകളുടെ ഒരു കൂട്ടമായിട്ടാണ് അതിന് ചേർന്ന. കാരണം ഒരു മിസൈലിന് നമുക്ക് 360 കിലോമീറ്റർ ദൂരെ ഒരു നശിപ്പിക്കണമെങ്കിൽ ആ വിമാനത്തിനെ നമ്മൾ കുറഞ്ഞത് 600 കിലോമീറ്റർ എങ്കിലും കണ്ടിരിക്കണം, ട്രാക്ക് ചെയ്തിരിക്കണം, ലോക്ക് ഓൺ ചെയ്തിരിക്കണം. പിന്നെ അത് റേഞ്ചിൽ എത്തിക്കഴിഞ്ഞ് അതിനുവേണ്ടിയുള്ള കേപ്പബിലിറ്റി ഉള്ള റഡാറുകളും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. അത് നമ്മൾ റഷ്യയിൽ നിന്ന് എടുത്തത്. അതല്ലാതെ അതിന്റെ താഴെ നമുക്ക് ഏകദേശം ഒരു 70 കിലോമീറ്റർ വരെ ദൂരത്തിന് കേപ്പബിലിറ്റി ഉള്ള, അത്രയും ദൂരെ ഒരു ശത്രു വിമാനത്തിനെയോ ഡ്രോണിനെയോ ഒക്കെ നശിപ്പിക്കാൻ സാധിക്കുന്ന മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകളുണ്ട്. അതുപോലെ തന്നെ ആ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ നമ്മൾ ഭാരതത്തിൽ തന്നെയും ആ ടെക്നോളജി നമ്മൾ ബോറോ ചെയ്ത് നമ്മൾ ഷെയർ ചെയ്തിട്ട് ഭാരതത്തിൽ തന്നെയും അതിൽ നിന്ന് ഉണ്ടാക്കുന്നുമുണ്ട്. DRDOയും ബാക്കിയുള്ള മറ്റുള്ള ഏജൻസികളെല്ലാം കൂടി. അതല്ലാതെ ഒരു 30-40 കിലോമീറ്റർ വരെ ദൂരമുള്ള നമ്മുടെ കംപ്ലീറ്റ്ലി ഇൻഡിജിനസ് ആയിട്ടുള്ളത് ഭാരതത്തിൽ തന്നെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ആകാശ് മിസൈൽ സിസ്റ്റം. ആദ്യമൊക്കെ ഞാൻ എയർ ഡിഫൻസ് കമാൻഡറായിട്ട് ഇരുന്നിട്ടുണ്ട് സൗത്ത് വെസ്റ്റേൺ മേഖലയിലും ഈസ്റ്റേൺ മേഖലയിലും. ഇവിടെ രണ്ടിടത്തും ഉണ്ടായിരുന്ന സിസ്റ്റമാണ്. ആദ്യം അത് വന്നപ്പോൾ നമുക്കെല്ലാം കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അതിനെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പ്രാഥമിക ഘട്ടങ്ങളിൽ പല കുറവും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നിരിക്കാം, ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം. അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒരു 2015 നമുക്ക് ശരിക്കും പൂർണ്ണ വിശ്വാസം ഉണർത്തുന്ന ഒരു എയർ ഡിഫൻസ്, ഒരു പ്രതിരോധ ശക്തിയുള്ള ഒരു മിസൈലുകളാണ് ആകാശും അതിന്റെ കൂടെയുള്ള സിസ്റ്റവും. വളരെ ഡിജിറ്റൈസ്ഡ് ആയിട്ടുള്ള എക്വിപ്മെന്റ് ആണ്. ഈസി ടു ഓപ്പറേറ്റ് എന്ന് വെച്ചാൽ അതിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ടെക്നീഷ്യൻസിന്, എയർമെനും സോൾജേഴ്സിനും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുന്ന ഒരു മിസൈൽ സിസ്റ്റം തന്നെയാണത്. അതുപോലെ നമ്മുടെ പുരാതനമായിട്ടുള്ള റഷ്യൻ ഒറിജിൻ SAM-3 പിച്ചോറ സിസ്റ്റവും ഇപ്പോഴും ഉണ്ട്. ചെന്നതാണ്, എന്നാലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണത്. അതുപോലെ തന്നെയാണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇസ്രായേലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സ്പൈഡർ എന്ന് പറയുന്ന മൊബൈൽ ആയിട്ടുള്ള, വളരെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വളരെ വേഗം നീങ്ങി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുധമാണത്. അതിന്റെ റേഞ്ച് ഏകദേശം ഇത് പറഞ്ഞ പോലെ 10, 30, 40 കിലോമീറ്റർ വരെയൊക്കെ ഉള്ളതാണ് സ്പൈഡർ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഹ്രസ്വദൂര മിസൈലുകൾ. അതാണ് VSHARAJ, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റംസ്. അതും ചിലത് ഈ ട്രക്കുകളിലോ ടാങ്കുകളിലോ ഒക്കെ മേളിൽ വെച്ചത് നമുക്ക് കൊണ്ടു നടക്കാവുന്നതാണ്. അതല്ലാതെ ചിലത് ഷോൾഡർ ഫയർഡ് മാൻ പാഡ്സ് എന്ന് പറയും. ഓക്കെ, ഷോൾഡർ ഫയർഡ് മിസൈൽസ് ആണ്. അതാണ് ഈഗ്ല സീരീസ് ഒക്കെ പറയുന്നത്. പാകിസ്ഥാന്റെ സ്ഥലത്ത് പണ്ട് സ്റ്റിംഗർ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയുള്ളതാണ് ഇഗ്ല മിസൈൽസ്. അതുമെല്ലാം നമ്മൾ ഈ അടുത്ത കാലത്ത് വളരെ ധാരാളമായിട്ട് നമ്മുടെ എടുത്തിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ വരെയുള്ള ദൂരങ്ങളിൽ വളരെ അടുത്ത എയർക്രാഫ്റ്റ് ഇതെല്ലാം തരണം ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ആന്റി എയർക്രാഫ്റ്റ് ഗൺസ്, L-70, Zu-73 എന്നുള്ള അതുപോലെയുള്ള അങ്ങനെയുള്ളത്. ഇനിയും നമ്മൾ അതിനെ മോഡേണൈസ് ചെയ്ത് പുതിയ ഉപകരണങ്ങൾ, എക്വിപ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. ഇതെത്രയും ഒരു 360 കിലോമീറ്റർ മുതൽ തുടങ്ങി നമ്മുടെ തൊട്ടടുത്ത് വരെയുള്ള എല്ലാ ലെയേഴ്സും നമ്മൾ കവർ ചെയ്തിട്ടുള്ള
ഒരു പ്രതിരോധ ശക്തിയാണ് നമുക്കുള്ളത്, ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് നമുക്കുള്ളതാണ്. അതിന്റെ യെസ് എല്ലാത്തിനും ഇത് പലരും പ്രതീക്ഷിക്കും ഒരു മിസൈല് ഒരു ലക്ഷ്യം ഒരു എയർക്രാഫ്റ്റ് എന്നുള്ളത്. അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. പക്ഷേ യുദ്ധത്തിൽ അങ്ങനെയല്ല. എപ്പോഴും അതിനെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് ജാമിംഗ് ഡിവൈസസ് വേണം, ഇലക്ട്രോണിക് വാർഫെയർ മെഷേഴ്സ് എനിമി എയർക്രാഫ്റ്റ് എപ്പോഴും അവർ കരുതിയിട്ടുണ്ടായിരിക്കും, അത് അവർ ഡിപ്ലോയ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഒരു വിമാനത്തിന് നശിപ്പിക്കണമെങ്കിൽ 2 or 3 ചിലപ്പോഴാണ് 4 ഒക്കെ ആവശ്യം വന്നിരിക്കും. അത് അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്താണ് നമ്മളുടെ എക്വിപ്മെന്റ്, നമ്മളുടെ ഉപകരണങ്ങളുടെ എത്ര ശക്തി വേണം, എത്ര നമ്പേഴ്സ് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്താണ് നമ്മൾ അതെല്ലാം പ്രൊക്യൂർ ചെയ്ത് എവിടെയൊക്കെ വേണം എന്നുള്ളത് നമ്മുടെ വൈറ്റൽ ആയിട്ടുള്ള വളരെ അതിപ്രധാനമായ കേന്ദ്രങ്ങളെ രക്ഷിക്കാനും, അത് രാഷ്ട്രീയപരമായിട്ടുള്ളതാകാം, നമ്മുടെ വലിയ നഗരങ്ങളാണ്, അതുപോലെ തന്നെ നമ്മളുടെ വളരെ പ്രധാനമായ വ്യവസായ കേന്ദ്രങ്ങൾ, ഇൻഡസ്ട്രിയൽ സെന്റേഴ്സ്, പെട്രോളിയം റിഫൈനറീസ്, ഇതെല്ലാം നമ്മുടെ പോർട്ടുകൾ, ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനുള്ളതെല്ലാം പ്ലാൻ ചെയ്ത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നതാണ്. അത് ഒരു സമാധാന കാലത്ത് പീസ് ടൈമിൽ ഈ ഉപകരണങ്ങളെല്ലാം ഓരോരോ ബേസിലായിരിക്കും. അവിടെ ഇടയ്ക്കൊക്കെ വർഷത്തിൽ 1-2-3 പ്രാവശ്യമൊക്കെ വെളിയിൽ പോയി അവർ ഈ ബേസിന്റെ കംഫർട്ടിൽ നിന്ന് മാറി അതിനുള്ള ട്രെയിനിങ് നടക്കും. ബേസിൽ എന്നും ട്രെയിനിങ് ഉണ്ട്. അതിനുശേഷം ഇതല്ലാതെ ഒരു എക്സസൈസ് ആയിട്ടൊക്കെ ചെയ്യും. അങ്ങനെ അവർക്ക് പരിചയം. അതുപോലെ തന്നെയാണ് ഈ നേരത്തെ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓപ്പറേഷണൽ ലൊക്കേഷൻസിലൊക്കെ അവര് ഓരോ കാലത്തും അവിടെ പോയി ഡിപ്ലോയ് ചെയ്ത് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് എല്ലാ വിധത്തിലും തയ്യാറെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ആ സ്ഥലത്ത് പോയി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് യാതൊരു താമസവും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ ഒരു പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബി വരെ നമുക്ക് എത്തിച്ചേരാനുള്ള ആ സമയം മാത്രമേ അതിനുള്ള താമസം ഉണ്ടാവുള്ളൂ. ഇത്രയും വളരെ ശക്തമായിട്ടുള്ള ഇതിന്റെ ഉപകരണങ്ങളെല്ലാം വളരെ നന്നായിട്ട് കേപ്പബിൾ ആയിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അതിന്റെ പുറകിലുള്ള മനുഷ്യനാണ് ആവശ്യം. അതിന് ആ മനുഷ്യന്റെ അറിവ്, നോളജ്, ട്രെയിനിങ് ആൻഡ് സ്കിൽസ്, അതിലാണ് നമ്മളുടെ ശക്തി, നമ്മളുടെ ട്രെയിനിങ്ങിലും. കാരണം നമ്മൾ എത്ര വലിയ എക്വിപ്മെന്റ് ഉണ്ടാക്കിയാലും അതിന്റെ പുറകിൽ ട്രെയിനിങ് നടത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ വളരെ ലാഘവമായ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ നമ്മൾ ഒരു കുരങ്ങന്റെ കയ്യിൽ ഒരു തോക്ക് കൊടുക്കുന്ന പോലെ ഇരിക്കും. അതേസമയം ഭാരതത്തിന് സേനകൾ കാണിച്ചിരിക്കുന്നത് നമ്മളുടെ ട്രെയിനിങ്, മൊറാൽ ആൻഡ് സ്കിൽസ് എത്രയോ ഉയർന്ന രീതിയിലുള്ളതാണ് എന്നതാണ്. ഭാരതം എപ്പോഴും സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്, സമാധാനപരമായ ഒരു കാഴ്ചപ്പാടും നിലപാടും. ഭാരതം മണ്ണിലേക്ക് ആരുടെയെങ്കിലും കടന്നുകയറ്റം മാത്രം ഉണ്ടാകുമ്പോഴാണ് തിരിച്ചടിക്കുന്ന സ്വഭാവം. അതും തിരിച്ചടി എന്ന് പറയുമ്പോൾ ആദ്യം പ്രതിരോധിക്കുക, പിന്നീടും അത് തുടർന്നാൽ മാത്രം തിരിച്ചടിക്കുക. ഈ നയമാണ് ഭാരതം എക്കാലവും പുലർത്തി വന്നിരുന്നത്. ഇക്കാര്യത്തിലും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ കാര്യത്തിലും അത്തരത്തിൽ തന്നെയായിരുന്നു. ഭീകരാക്രമണം നടന്ന് 26 നിരപരാധികളുടെ ജീവനെടുത്ത പാകിസ്ഥാന് കൃത്യമായി അവരുടെ ജയ്ഷെ കേന്ദ്രങ്ങൾ, തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രം ലാക്കാക്കി ആക്രമിച്ച് പരാജയപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പ്രകോപനപരമായ പല രീതികളിലേക്കും പാകിസ്ഥാൻ മുന്നേറിയത് ജനവാസ മേഖലകളിലടക്കം ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടായിരുന്നു. ഇനി ഭാരതത്തിൻ്റെ ഒരു നീക്കം തുടർന്ന് എങ്ങനെയായിരിക്കും? ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ ഈ പ്രതിരോധ സംവിധാനത്തിൽ തന്നെ നിൽക്കുന്ന ഒരു സമീപനമായിരിക്കുമോ, അതോ ഓരോ നീക്കത്തിനും കനത്ത തിരിച്ചടി, പാകിസ്ഥാൻ പാഠം പഠിക്കത്തക്ക രീതിയിലുള്ള തിരിച്ചടി, അതിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ടോ? കാരണം ഇപ്പോഴേ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് മുറവിളി ഉയരുന്നുണ്ട്, തങ്ങൾ പരാജയത്തോട് അടുക്കുന്നു, തങ്ങളെ യുദ്ധത്തിലേക്ക് നയിച്ചതാണ് തുടങ്ങിയ മുറവിളികളും ഇരവാദ സ്വരങ്ങളും ഒക്കെ ഉയർത്തുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇത്തവണ ഒരു ശക്തമായ താക്കീത് തന്നെയായിരിക്കുമോ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക? അത് തീരുമാനിക്കുന്നത് നമ്മളുടെ പ്രതിരോധ സേനകളല്ല. ഇങ്ങനെയുള്ള ഒരു തീരുമാനം, നിങ്ങൾ ഉദ്ദേശിച്ച തീരുമാനം, ഭാരതത്തിന് അതികഠിനമായ ഒരു പ്രഹരം ഏൽപ്പിക്കുക എന്നുള്ള തീരുമാനം നമ്മളുടെ ഭരണകൂടത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു രാഷ്ട്രീയപരമായ പൊളിറ്റിക്കൽ ഡിസിഷനാണ്, ഒരു നാഷണൽ ഡിസിഷനാണ്.
അത് നമ്മളെ ഇത് പൂർണ്ണമായും പെർമനന്റ് ആയിട്ട് എല്ലാ കാലത്തേക്കുമായി പാകിസ്ഥാനിൽ നിന്നുള്ള ഈ ടെററിസം വഴി ഉള്ള നമ്മളെ ബ്ലീഡിങ് ഇന്ത്യ ബൈ 1000 cuts എന്നുള്ള ആ നയതന്ത്രം, ആ തന്ത്രം നമ്മള് ഉന്മൂലനം ചെയ്യുക എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടത് നമ്മളുടെ ഭരണകൂടത്തിൽ നിന്നാണ്, ഗവൺമെന്റിൽ നിന്നാണ്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ അതിനുവേണ്ടി നമ്മളുടെ സേനകൾ എന്നും തയ്യാറായിരിക്കും. ഞാൻ പറഞ്ഞത് അതാണ് നേരത്തെ, നമ്മളുടെ ട്രെയിനിങ് എല്ലാം എപ്പോഴും അങ്ങനെയുള്ള ഒരു കണ്ടിൻജൻസിക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് അത് ചെയ്യാനുള്ള കേപ്പബിലിറ്റിക്ക് വേണ്ടിയാണ്. പക്ഷെ അത് പറയുമ്പോഴും നമുക്ക് അത്രയും കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതും നമ്മൾ അവലോകനം ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് പലർക്കും അറിയാം, പബ്ലിക് മീഡിയയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പല കാര്യങ്ങളിലും നമ്മളുടെ ശക്തി അല്ലെങ്കിൽ നമ്മളുടെ നമ്പർ ഓഫ് എക്യുപ്മെന്റ്സ്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കോമ്പാറ്റ് സ്ക്വാഡ്രൺ സ്ട്രെങ്ത് അതിൻ്റെ തന്നെ എടുക്കുകയാണെങ്കിൽ ഓത്തറൈസ്ഡ് ആയിട്ടുള്ള 42 സ്ക്വാഡ്രൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു 800 തൊട്ട് 900 വരെയുള്ള യുദ്ധവിമാനങ്ങൾ തന്നെ. ഞാൻ ഹെലികോപ്റ്ററും അവാക്സിന്റെയോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളിൽ അതിൻ്റെ എല്ലാ കാര്യം പറയുന്നത് അതെല്ലാം ആവശ്യമുണ്ടായിരിക്കണം. ഈ 42 ഈ 800 തൊട്ട് 900 വരെയുള്ള സ്ക്വാഡ്രൻസ് ഉണ്ടായിരിക്കേണ്ട കാലത്ത്, എയർക്രാഫ്റ്റുകൾ ഉണ്ടായിരിക്കേണ്ട കാലത്ത് നമ്മളുടെ ഇന്നത്തെ ശക്തി വളരെ കുറഞ്ഞിരിക്കുന്നു. 500-നും 400-നും ഇടയ്ക്കാകാം. അതേസമയം പാകിസ്ഥാൻ ഒരു 40 വർഷം മുമ്പ് അവർക്കൊരു 250 തൊട്ട് 300 ഉണ്ടായിരുന്ന കാലത്ത്, അന്ന് നമുക്ക് 900 ഉണ്ടായിരുന്നു. ഓർത്തിരിക്കണം, 3 ഇരട്ടിയായിരുന്നു. അത് പാകിസ്ഥാന്റെ ആ ശക്തി ഇന്ന് ഏകദേശം 450 തൊട്ട് 500 വരെ ആയിട്ടുണ്ട്, നമ്മൾ എണ്ണങ്ങൾ നോക്കുകയാണെങ്കിൽ. പക്ഷേ എണ്ണം കൊണ്ട് തന്നെയല്ല ജയിക്കുന്നത്, ബീൻ കൗണ്ടിങ് കൊണ്ടല്ല നമ്മൾ ജയിക്കുന്നത്. നമ്മൾ ജയിക്കുന്നത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിൽ നിന്നാണ്. നമ്മുടെ ട്രെയിനിങ്, നമ്മുടെ എക്യുപ്മെന്റ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതെല്ലാം ഇതനുസരിച്ച് നമ്മൾ തീർച്ചയായിട്ടും വളരെ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാന്റെയും സേനകള്. അവരുടെ ആർമിക്ക് വേറെ പല ഇതിലും അവർ കൈയിട്ടിരിക്കുന്നതുകൊണ്ട് അവരുടെ ട്രെയിനിങ് ശക്തി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ നേവിയും എയർഫോഴ്സും ഒക്കെ തീർച്ചയായിട്ടും വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അവരിനുള്ള റെസ്പെക്ട് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. ഒരു പ്രൊഫഷണൽ ടു പ്രൊഫഷണൽ രീതിയിൽ രണ്ട് സേനകളും അതിനെ അങ്ങനെ കൊടുത്തുകൊണ്ടാണ് നമ്മളുടെ പ്ലാനിങ് എല്ലാം ചെയ്യുന്നത്. കാരണം അവർക്ക് അതിൻ്റെതായ ഒരു കേപ്പബിലിറ്റി, എന്തെങ്കിലും ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് പഠിച്ചുകൊണ്ട്, എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ നമ്മളുടെ തന്ത്രങ്ങളും എക്യുപ്മെന്റും എല്ലാം ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് സേനകളും ഒരുമിച്ച് ചേർന്ന് അതിനുവേണ്ടി ഇനിയല്ല പ്ലാനിങ് നടക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടിയുള്ള പ്ലാനിങ് ഒക്കെ വർഷങ്ങൾക്ക് മുമ്പേ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അത് എല്ലാ വർഷവും പുതുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെയുള്ള ഓരോരോ ജിയോ പൊളിറ്റിക്സിലെ ഓരോ നിമിഷങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ്, ഭാരതത്തിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയുള്ള സർവ്വ പ്ലാനിങ്ങും ഈ സംയുക്ത സേനകൾ 3 പേരും ഒരുമിച്ച് കൂടി ഇതെല്ലാം പ്ലാനിങ് നടത്തിയിട്ടുള്ളതാണ്. അതിനെ ഇന്റലിജൻസ് വഴി നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ അപ്ഡേഷൻ വഴി നമ്മൾ അതിനുവേണ്ടിയുള്ള ടാർഗറ്റുകളും എല്ലാം നമ്മൾ തീരുമാനിച്ചിരിക്കുകയും അതിനുവേണ്ടിയുള്ള എന്ത് തരത്തിലാണ്, ആർമിയാണോ, നേവിയാണോ, എയർഫോഴ്സ് ആണോ, വിമാനമാണോ, മിസൈലുകളാണോ, അതോ ഡ്രോൺസ് ആണോ, എന്തൊക്കെയാണ് ഉപയോഗിച്ച് നമ്മൾ അതിനെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള തീരുമാനങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പ്ലാനിങ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ്. പക്ഷെ ഒരു യുദ്ധം തുടങ്ങിക്കഴിയുമ്പം അതിൻ്റെതായ എല്ലാ പ്ലാനുകളും ഒരു ഫേമസ് സേയിങ് ഉണ്ട്, ഓൾ വെൽ ലേഡ് പ്ലാൻസ് ലാസ്റ്റ് ടിൽ ഫസ്റ്റ് കോൺടാക്ട് വിത്ത് ദി എനിമി. നമ്മൾ എത്ര നന്നായിട്ട് പ്ലാനിങ് ചെയ്താലും അത് ചെന്ന് ചേരുന്നത് ആദ്യത്തെ നമ്മളുടെ ശത്രുവുമായിട്ടുള്ള ആദ്യത്തെ കോൺടാക്റ്റിൽ നിന്നാണ്. അതിനുശേഷം നമുക്ക് പ്ലാനിങ്ങിലെല്ലാം ഓൺ ദ സ്പോട്ട് മാറ്റിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്, നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതും നടന്നുകൊണ്ടിരിക്കും. അതിനുവേണ്ടിയാണ് കണ്ടിന്യൂസ് ഇന്റലിജൻസ് അപ്ഡേറ്റും ഈ ബാറ്റിൽ ഡാമേജ് അസസ്മെന്റും എല്ലാം വഴിയുള്ള ആ ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ നിന്ന് നമ്മൾ പുതിയ തീരുമാനങ്ങളും പുതിയ പ്ലാനുകളും എല്ലാം അതുപോലെ പുതിയ തന്ത്രങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത്. സോ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ
പ്രതിരോധ സേനകൾ എപ്പോഴും തയ്യാറായിരിക്കും, അത് ഡെലിവറി ചെയ്തിരിക്കും. താങ്ക് യു.